ഏവർക്കും റിയാസ് ട്രാവൽ ഡയറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള എൻ്റെ യാത്രയുടെ വിശേഷങ്ങൾ തുടരുന്നു. ബേസ് ക്യാമ്പിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ട് ഇന്ന് 11ാമത്തെ ദിവസമാണ്. ഇന്ന് ഞാനുള്ളത് ലൊബുച്ചെ എന്ന ഗ്രാമത്തിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും 5000 മീറ്റർ ഉയരത്തിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ യാത്രയോടെ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ എത്തിച്ചേരാമെന്നുള്ളതുകൊണ്ട് മനസ്സിൽ ഒരൽപ്പം സന്തോഷം തോന്നുന്നുണ്ട്. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞാനും എൻ്റെ ഗൈഡ് മദനും ബേസ് ക്യാമ്പ് ലക്ഷ്യമാക്കി യാത്രയാരംഭിച്ചു. അകലെ നമുക്ക് മുമ്പിലായി മഞ്ഞുമൂടി നിൽക്കുന്ന കൊടുമുടിയാണ് നുപ്സെ പർവ്വതം. സമുദ്രനിരപ്പിൽ നിന്നും 7861 മീറ്റർ ഉയരമുള്ള ഈ കൊടുമുടി എവറസ്റ്റിനും ലോട്ട്സെ പർവ്വതത്തിനും സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. നുപ്സെ പർവ്വതത്തിനു പുറമെ ഹിമാലയത്തിലെ അധികായകന്മാരായ മൗണ്ട് പുമോരി, മൗണ്ട് കുംബുസ്റ്റേ, മൗണ്ട് ലിൻഡ്രൺ, മൗണ്ട് ചൻസ്റ്റേ എന്നിവയുടെയെല്ലാം മനോഹരമായ കാഴ്ചകൾ നമ്മെ ഇവിടെ വിസ്മയിപ്പിക്കുന്നു. എവറസ്റ്റ് മൗണ്ടൈൻ റീജിയനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അങ്ങകലെ കാണുന്ന ഹിമാലയത്തിലെ കൊടുമുടികളോരൊന്നും തന്നെ ഒരു മായാലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോലെ തോന്നിപ്പോകും. വെള്ളപുതച്ചു നിൽക്കുന്ന മനോഹരമായ ഹിമാലയൻ കൊടുമുടികളുടെ കാഴ്ചകൾ ഇവിടെ നമുക്ക് മുമ്പിൽ ഒരു വിസ്മയം തന്നെ തീർക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 6000 മീറ്ററിലധികം ഉയരമുള്ള 1310 കൊടുമുടികൾ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിൽ 414 കൊടുമുടികൾ മലകയറ്റത്തിനായി നേപ്പാൾ സർക്കാർ ഔദ്യോഗികമായി തുറന്നുകൊടുത്തിട്ടുണ്ട്. 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള 14 കൊടുമുടികളാണ് ലോകത്തിലുള്ളത്. ഇതിൽ 8 എണ്ണം മുഴുവനായോ ഭാഗികമായോ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ ഉയരം കൂടിയ ഹിമാലയം, കാരക്കോറം പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത് തന്നെ പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും 5000 മീറ്ററിന് മുകളിലെത്തിയതിനാൽ ഇനി മുമ്പോട്ടുള്ള ദൂരം അതികഠിനം തന്നെയാണ്. ഉച്ചയ്ക്ക് മുമ്പേ ഗോരക്ഷേപ്പിലെത്തണം. അവിടെയാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം. അതിനുശേഷമാണ് നേരെ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലേക്ക് പോകേണ്ടത്. മുമ്പിൽ കാണുന്ന ആ കുന്നുകയറിയാൽ ഹിമാനികൾ ഉരുകി രൂപപ്പെട്ട ഖുംബു ഗ്ലേഷ്യർ കാണാം. ഖുംബു ഗ്ലേഷ്യറിന് സമീപത്തുകൂടിയാണ് ഗോരക്ഷേപ്പിലേക്ക് ഇനിയുള്ള യാത്ര. ഞങ്ങൾ വളരെ ആയാസപ്പെട്ട് ആ കയറ്റം കയറിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് മുമ്പിലായി വേറെയും സഞ്ചാരികൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്സിജന്റെ കുറവ് മൂലം കയറ്റം കയറാൻ നല്ല പ്രയാസം തോന്നുന്നുണ്ട്. എങ്കിലും അതെല്ലാം തരണം ചെയ്തു മുമ്പോട്ട് ഞാൻ മലകയറിക്കൊണ്ടിരുന്നു. ഉയരം കയറുംതോറും ആ കുന്നിൻ്റെ ഉയരവും കൂടിക്കൂടി വരുന്നതുപോലെയൊരു തോന്നൽ. യഥാർത്ഥത്തിൽ ചുറ്റുമുള്ള വൻ കൊടുമുടികളുടെ ഉയരം കാരണം ഇതിൻ്റെ ഉയരം ചെറുതായി നമ്മൾക്ക് തോന്നുന്നതാണ്. മലകയറി വരുന്നവർക്ക് മധ്യഭാഗത്തായി വിശ്രമിക്കാനായി സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയും വളരെ ദൂരം പോവാനുള്ളതുകൊണ്ട് മലകയറി വന്നവരെല്ലാം തന്നെ അവിടെ ഇരുന്ന് ക്ഷീണം മാറ്റുകയും ലഘുവായ ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ചുറ്റിനുമുള്ള അമ്പരചുംബികളായ കൊടുമുടികളെ മേഘങ്ങൾ പതിയെ വന്ന് മറക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാഴ്ചയിൽ നിന്നും മറയുന്നതിനു മുമ്പ് ഞാൻ അവയെല്ലാം ക്യാമറയിൽ പകർത്താൻ തീരുമാനിച്ചു. ഏകദേശം ഉച്ചവരെയാണ് നല്ല തെളിഞ്ഞ കാലാവസ്ഥ കിട്ടാറുള്ളൂ. അതിനുശേഷം മഞ്ഞോ മേഘങ്ങളോ കൊടുമുടികളുടെ വ്യക്തമായ കാഴ്ചകൾ മറക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെ കണ്ടുവരുന്നത്. മൗണ്ട് പുമോരി ഏകദേശം മേഘങ്ങൾ കൊണ്ട് മറഞ്ഞു കഴിഞ്ഞു. മറ്റുള്ള കൊടുമുടികളിലേക്ക് മേഘങ്ങൾ പതിയെ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. കൊടുമുടികളുടെ വ്യക്തമായ കാഴ്ചകൾ ലഭിക്കുന്നത് നമ്മുടെ ഭാഗ്യം പോലെയാണ്. അല്പസമയത്തെ വിശ്രമത്തിനു ശേഷം ഞങ്ങൾ ഗോരക്ഷേപ്പ് ലക്ഷ്യമാക്കി വീണ്ടും യാത്ര തിരിച്ചു. പാതയുടെ വലതുഭാഗത്ത് ഒരു വലിയ നദി പോലെ കാണുന്നതാണ് ഹിമാലയത്തിലെ പ്രസിദ്ധമായ ഖുംബു ഗ്ലേഷ്യർ. എവറസ്റ്റ് മൗണ്ട് റീജിയനിൽ നിന്നും ഉദ്ഭവിക്കുന്ന ഈ ഗ്ലേഷ്യർ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗ്ലേഷ്യറായി കണക്കാക്കപ്പെടുന്നു. മണ്ണും ചരലും പാറകളും നിറഞ്ഞ മിശ്രിതമാണ് ഗ്ലേഷ്യർ മുഴുവൻ. എങ്കിലും ഇവയുടെ അടിഭാഗം മുഴുവൻ തണുത്തുറഞ്ഞു കിടക്കുകയാണ്. ഇത് നിശ്ചലമാണ് എന്ന് തോന്നുമെങ്കിലും വളരെ സാവധാനത്തിൽ താഴേക്ക് ഒഴുകി നീങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്. തലുയർത്തി നിൽക്കുന്ന നുപ്സെ പർവ്വതത്തിൻ്റെ മറവിലാണ് എവറസ്റ്റും ലോട്ട്സെ പർവ്വതവും എന്നതുകൊണ്ട് തന്നെ ഇവയുടെ പൂർണ്ണമായ ഒരു കാഴ്ച നമുക്ക് ബേസ് ക്യാമ്പിൽ നിന്നും ലഭിക്കുകയില്ല. എവറസ്റ്റിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള സമ്മിറ്റ് ഉൾപ്പെടുന്ന ഭാഗം അല്പസ്വല്പമായി കാണാമെങ്കിലും എവറസ്റ്റിൻ്റെ വെസ്റ്റ് ഷോൾഡർ എന്നറിയപ്പെടുന്ന ഭാഗമാണ് നമുക്ക് പൂർണ്ണമായും ബേസ് ക്യാമ്പിൽ നിന്നും കാണാൻ സാധിക്കുക. ഞങ്ങൾ ഏകദേശം ഗോരക്ഷേപ്പിൽ എത്തിച്ചേരാനായിരിക്കുന്നു. അങ്ങു ദൂരെ കാലാപത്തർ എന്ന പീക്ക് കാണാം. അതിൻ്റെ താഴ്വാരത്താണ് ഗോരക്ഷേപ്പിലെ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്.
താഴെ ഗ്ലേഷ്യറിന്റെ അഗാധമായ ഒരു ഗർത്തത്തിൽ വെള്ളം നിറഞ്ഞു ഒരു തടാകം പോലെ രൂപപ്പെട്ടിരിക്കുന്നു. ഖുംബു ഗ്ലേഷ്യറിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള തടാകങ്ങൾ കാണാം. ഗ്ലേഷ്യറിലെ മഞ്ഞുരുകി രൂപപ്പെടുന്നതാണിവ. ഇളക്കിക്കിടക്കുന്ന ഭീമാകാരങ്ങളായ പാറകൾ നിറഞ്ഞതാണ് മുമ്പോട്ടുള്ള വഴി. അവക്കിടയിലൂടെ മുമ്പോട്ടു നടക്കുന്നത് വളരെ പ്രയാസമേറിയ കാര്യം തന്നെയാണ്. ശ്രദ്ധിച്ചു നടന്നില്ലെങ്കിൽ ഇളക്കിക്കിടക്കുന്ന പാറകളിൽ ചവിട്ടി കാലുകളിൽ പരിക്കേൽക്കാനോ തെന്നി വീഴാനോ സാധ്യതകൾ കൂടുതലാണ്. ഇത്രയും ദിവസം ട്രെക്കിംഗ് ചെയ്തു വന്ന നമ്മൾക്ക് തിരിച്ചു പോവാനും ആശ്രയിക്കേണ്ടത് നമ്മുടെ കാലുകളെ തന്നെയാണെന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം. സുന്ദരന്മാരായ യാക്കുകൾ മണിയടി ശബ്ദവും മുഴക്കി മലയിറങ്ങി വരുന്നതു കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഖോറക്ഷേപ്പിൽ ചരക്കുകൾ ഇറക്കി തിരിച്ചു പോവുകയാണവ. യാക്കുകൾക്ക് വഴിമാറി ഒരു വശത്തേക്കായി നമ്മൾ ഒതുങ്ങി നിന്നു കൊടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ വീതി കുറഞ്ഞ പാതയിൽ അവയുടെ വയറിന്റെ ഭാഗം നമ്മെ തട്ടിത്തെറിപ്പിക്കാൻ സാധ്യത കൂടുതലാണ്. പാചക ഗ്യാസ് സിലിണ്ടർ പോലുള്ള വലിയ ഭാരങ്ങൾ ചുമന്നു വരുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. കറുപ്പും വെളുപ്പും തവിട്ടും നിറങ്ങളിലുള്ള യാക്കുകളെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. മുമ്പിൽ കാണുന്ന ആ കയറ്റം കയറിയിറങ്ങിയാൽ ഖോറക്ഷേപ്പിലെത്തും. കയറ്റം കയറി മുകളിലെത്തിയപ്പോൾ ഖോറക്ഷേപ്പിലെ ലോഡ്ജുകൾ കാണാൻ തുടങ്ങി. ഇന്ന് ബേസ് ക്യാമ്പ് സന്ദർശിച്ചതിനു ശേഷം തിരിച്ച് ഖോറക്ഷേപ്പിൽ തന്നെ തിരിച്ചുവരികയും ഇന്നത്തെ രാത്രി ഖോറക്ഷേപ്പിൽ താമസിക്കുകയും ചെയ്യണം. മാത്രവുമല്ല, നാളെ അതിരാവിലെ കാലാപത്തറിന്റെ മുകളിലേക്ക് ഒരു ഹൈക്കിംഗ് നടത്താനുമുണ്ട്. കാലാപത്തർ കയറിയാൽ മൗണ്ട് എവറസ്റ്റ് ഭംഗിയായി കാണാം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ഹൈക്കിങ്ങിന്റെ ആവശ്യകത. ഖോറക്ഷേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു സെക്യൂരിറ്റി ക്യാബിൻ കാണാം. അതിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ താമസിക്കാനുള്ള ലോഡ്ജിന്റെ പണം അവിടെ അടക്കാൻ എഴുതി വച്ചിരിക്കുന്നു. ഖോറക്ഷേപ്പിന് ചുറ്റും യഥാർത്ഥ ജലസ്രോതസ്സുകളില്ലാത്തതിനാൽ നിശ്ചിത ദൂരത്തിൽ നിന്നുമാണ് വെള്ളം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ലോഡ്ജിൽ കുടിവെള്ളം സൗജന്യമായി ലഭിക്കുകയില്ല എന്നും വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 5190 മീറ്റർ ഉയരത്തിലാണ് ഖോറക്ഷേപ്പ് എന്ന ഈ ജനവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. എവറസ്റ്റ് പർവ്വതത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഖോറക്ഷേപ്പ് വർഷത്തിൽ ഭൂരിഭാഗവും ജനവാസമില്ലാതെ തുടരുകയും ട്രെക്കിംഗ് സീസണിൽ മാത്രം സജീവമാവുകയും ചെയ്യുന്നതാണ്. ശൈത്യകാലത്തു ഇവിടേക്കുള്ള പാതകൾ മഞ്ഞുമൂടാറുള്ളതുകൊണ്ട് ഇവിടേക്കെത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. ലോഡ്ജിൽ റൂം എടുത്തതിനു ശേഷം ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു. ലഗേജുകൾ റൂമിൽ വെച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമെടുത്ത് ഞങ്ങൾ ബേസ് ക്യാമ്പ് ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. കാലാപത്തറിലേക്കും ബേസ് ക്യാമ്പിലേക്കും വിരൽ ചൂണ്ടുന്ന 2 സൈൻ ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാണ് നാളെ നമുക്ക് കയറാനുള്ള കാലാപത്തർ എന്ന പീക്ക്. സമുദ്രനിരപ്പിൽ നിന്നും 5545 മീറ്ററാണ് ഇതിന്റെ ഉയരം. ഖോറക്ഷേപ്പിൽ നിന്നും കാലാപത്തറിന്റെ സമ്മിറ്റിലേക്കുള്ള ദൂരം 1.5 കിലോമീറ്ററാണ്. പക്ഷേ അതൊരു ബുദ്ധിമുട്ടേറിയ ഹൈക്കിംഗ് ആണെന്നു മാത്രം. ഞങ്ങൾ ബേസ് ക്യാമ്പ് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. 3.5 കിലോമീറ്ററാണ് ഖോറക്ഷേപ്പിൽ നിന്നും ബേസ് ക്യാമ്പ് വരെയുള്ള ദൂരമെന്ന് നമ്മൾ മുമ്പ് കണ്ട സെക്യൂരിറ്റി ക്യാബിനിൽ സ്ഥാപിച്ചിട്ടുള്ള ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖോറക്ഷേപ്പിലെ വരണ്ട തടാക തീരത്തെ മണലിലൂടെയാണ് ബേസ് ക്യാമ്പിലേക്കുള്ള പാത ആരംഭിക്കുന്നത്. മേഘങ്ങൾ കൊടുമുടികളുടെ കാഴ്ചകൾ മറക്കാൻ തുടങ്ങിയിരിക്കുന്നു. എങ്കിലും ലോകത്തിലെ വൻകൊടുമുടികളെല്ലാം മേഘങ്ങൾക്കിടയിലൂടെ ഭാഗികമായി കാണുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായതുകൊണ്ട് തന്നെ മേഘങ്ങൾ എപ്പോഴും ഭൂമിയെ സ്പർശിച്ചുകൊണ്ടിരിക്കും. വ്യക്തമായ കാഴ്ചകൾ ഇവിടെ വിരളമായേ ലഭിക്കാറുള്ളൂ. ഏപ്രിൽ, മെയ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ മറ്റുള്ള മാസങ്ങളെക്കാൾ ആകാശം തെളിഞ്ഞതായിരിക്കാൻ സാധ്യതയുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവറസ്റ്റ് മൗണ്ട് റീജിയനിലെ കാലാവസ്ഥ മാറിമറിയാൻ സാധ്യത ഏറെയാണ്. അപ്രതീക്ഷിതമായി മാറിമറിയുന്ന എവറസ്റ്റിലെ കാലാവസ്ഥ പർവ്വതാരോഹരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ കാരണമാകുന്നു. ഹിമാലയൻ മേഖല ഒരു സജീവ ഭൂകമ്പ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ പലപ്പോഴും ഇവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഭാവിയിലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തുടർച്ചയായ ടെക്ടോണിക് പ്രവർത്തനങ്ങൾ കാരണം എപ്പോൾ എവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ പ്രയാസമാണ്. അതിനാൽ ഹിമാലയൻ മേഖലയിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുകയും ഭൂകമ്പങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന് നമ്മൾ ബോധവാന്മാരായിരിക്കുകയും ചെയ്യണം. 2015 ഏപ്രിൽ 25-ന് നേപ്പാളിലും അതിർത്തി പ്രദേശങ്ങളിലും 7.8 മെഗാവാട്ട് തീവ്രതയുള്ള വൻ ഭൂകമ്പമുണ്ടായി. ആ ഭൂകമ്പത്തിന്റെ ഫലമായി മൗണ്ട് പുമോരിയിൽ നിന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് ഹിമപാതം സംഭവിക്കുകയും കുറഞ്ഞത് 22 പേരെങ്കിലും അന്നത്തെ ദുരന്തത്തിൽ കൊല്ലപ്പെടുകയുമുണ്ടായി. അങ്ങുദൂരെ കാണുന്നതാണ് പ്രസിദ്ധമായ ഖുംബു അസ്ഫാൽ എന്നറിയപ്പെടുന്ന ഭാഗം. എവറസ്റ്റ്, ലോട്സെ, നുപ്സെ എന്നീ പർവ്വതങ്ങളുടെ ചെരിവുകളിൽ നിന്നും താഴേക്കു പതിക്കുന്ന വലിയ മഞ്ഞുപാളികൾ അടിഞ്ഞുകൂടിയതാണ് ഇത്.
ഭീമാകാരമായ ഈ മഞ്ഞുപാളികൾ കൊടുമുടികളുടെ ചെരുവുകളിൽ നിന്നും ഗ്ലേഷ്യർ വരെ നീണ്ടുകിടക്കുന്നത് കാണാം. എവറസ്റ്റ് കീഴടക്കാൻ പുറപ്പെടുന്ന പർവ്വതാരോഹകരുടെ ആദ്യ കടമ്പ കൂടിയാണ് ഖുംബു ആസ്ഫാൽ മറികടക്കുകയെന്നത്. ഇത് മറികടന്നാണ് എവറസ്റ്റിലെ ഫസ്റ്റ് ക്യാമ്പിൽ എത്തിച്ചേരുന്നത്. ബേസ് ക്യാമ്പിനു പുറമെ എവറസ്റ്റിന്റെ സമ്മിറ്റ് വരെ 4 ക്യാമ്പുകളുണ്ട്. ഇവയിൽ ഓരോന്നിലും താമസിച്ച് അക്ലിമറ്റൈസേഷൻ ദിനങ്ങൾ പൂർത്തിയാക്കിയാണ് എവറസ്റ്റിന്റെ നെറുകയിൽ പർവ്വതാരോഹകർ എത്തിച്ചേരുന്നത്. കൂടാതെ അക്ലിമറ്റൈസേഷന്റെ ഭാഗമായി ശരീരം കാലാവസ്ഥയോട് പൊരുത്തപ്പെടുത്താൻ വേണ്ടി ഇവർക്ക് ക്യാമ്പുകളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് ഇറങ്ങുകയും വീണ്ടും കയറുകയും ചെയ്യേണ്ടി വരുന്നു. ഇനിയുള്ള വഴി ഗ്ലേഷ്യറിലൂടെയാണ്. ഗ്ലേഷ്യറിലുള്ള അഗാധമായ ഗർത്തങ്ങളും മഞ്ഞുരുകി രൂപപ്പെട്ട തടാകങ്ങളും നമ്മെ അല്പം ഭീതിപ്പെടുത്തുന്നവയാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് കാലാവസ്ഥയിൽ സഞ്ചരിക്കുന്ന നമ്മൾ വളരെ ക്ഷീണിതരായിരിക്കെ ഈ ഭാഗങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടത് പ്രധാനമാണ്. ഒടുവിൽ 11 ദിവസം നീണ്ടുനിന്ന സാഹസികമായ യാത്രക്കൊടുവിൽ ഞാൻ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിലെത്തിച്ചേർന്നു. ആഗ്രഹത്തോടെ നമ്മളൊരു കാര്യം നേടാൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ അതിനു സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കൊരു യാത്ര ചെയ്യണം. ഹിമാലയം നിങ്ങൾക്കു തരുന്നൊരു അനുഭൂതി പറഞ്ഞറിയിക്കാനാവാത്തതാണ്. എന്നെക്കൊണ്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങളെക്കൊണ്ടും ഇത് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾക്കു മുമ്പേ വേറെയും ഒരുപാട് ട്രെക്കേഴ്സ് ബേസ് ക്യാമ്പിലെത്തിച്ചേർന്നിട്ടുണ്ട്. അവർ അവരുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ ക്യാമറയിൽ പകർത്തുന്ന തിരക്കിലാണ്. ഞാൻ അവർക്കിടയിലൂടെ മുമ്പോട്ടു നടന്നു. എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ പ്രതീകമായി ഇവിടെ വലിയൊരു പാറയിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് 5364 മീറ്റർ എന്നെഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു വിശ്വവിഖ്യാതമായ പാറയാണ് എന്ന് പറയാൻ കാരണം എവറസ്റ്റിലേക്ക് യാത്ര തിരിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള സാഹസിക യാത്രക്കാരുടെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ കൂടി ആയതുകൊണ്ടാണ്. ഒരുപാട് ദിവസത്തെ ശ്രമകരമായ യാത്ര വിജയം കാണുന്നത് ഈ പാറയുടെ അരികിലെത്തുമ്പോഴാണ്. ഞാൻ ആ പാറയുടെ അരികിലേക്ക് നടന്നു. സഞ്ചാരികൾ എല്ലാവരും തന്നെ ലോകപ്രസിദ്ധമായ ആ പാറയുടെ മുമ്പിൽ നിന്നും മുകളിൽ കയറിയും ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കുകൂട്ടാതെ എല്ലാവരും അവരവരുടെ ഊഴത്തിനായി കാത്തുനിൽക്കുന്നു. ഞാനും എൻ്റെ ഊഴത്തിനായി കാത്തുനിന്നു. സമീപകാലത്തായി ഈ പാറ ചെരിഞ്ഞു പോയിരുന്നു. വീണ്ടും പഴയ രൂപത്തിൽ ഉയർത്തിയ ഈ പാറയ്ക്ക് മുമ്പിൽ നേപ്പാൾ സർക്കാർ പുതിയ ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചു. ആദ്യമായി എവറസ്റ്റ് കീഴടക്കി വിജയകരമായി തിരിച്ചെത്തിയ ഇതിഹാസ പർവ്വതാരോഹകരായ ഹിലാരിയുടെയും ടെൻസിംഗിന്റെയും ചിത്രങ്ങൾ പതിച്ച ആ ബോർഡ് സ്ഥാപിച്ചതിൽ പക്ഷേ ആളുകൾക്കിടയിൽ 2 അഭിപ്രായം ഉണ്ടായി. ഇതിനെ തുടർന്ന് ബോർഡ് പാറയിൽ നിന്നും വീണ്ടും മാറ്റി സ്ഥാപിച്ചു. കാത്തിരിപ്പിനൊടുവിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു യാത്രയുടെ ഓർമ്മക്കായി സൂക്ഷിക്കാൻ വേണ്ടി ഞാനും ആ പാറയുടെ അടുത്തുനിന്നും കുറച്ചു ചിത്രങ്ങൾ പകർത്തി. ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷമായിരുന്നു മനസ്സു മുഴുവൻ. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നിയ നിമിഷം. ഭീമാകാരങ്ങളായ ഖുംബു ആസ്ഫാലിലെ മഞ്ഞുപാളികൾ ബേസ് ക്യാമ്പ് വരെ പരന്നു കിടക്കുന്നുണ്ട്. അകലെ നിന്നും കാണുന്നതുപോലെയല്ല, അവയുടെ അടുത്തുപോയാലാണ് അവയുടെ യഥാർത്ഥ വലുപ്പം നമുക്ക് മനസ്സിലാവുന്നത്. മഞ്ഞുപാളികൾ അവസാനിക്കുന്നതിനടുത്തു തന്നെ ബേസ് ക്യാമ്പിലെ ടെന്റുകൾ കാണുന്നുണ്ട്. സീസൺ അല്ലാത്തതിനാൽ ടെന്റുകൾ വളരെ കുറവാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടെ ടെന്റുകൾ നിറഞ്ഞു കവിയും. ആ സമയത്ത് പർവ്വതാരോഹകരുടെ വലിയ സംഘങ്ങളെ നിങ്ങൾക്കിവിടെ കാണാം. വിജയകരമായ എവറസ്റ്റ് ബേസ് ക്യാമ്പ് യാത്ര പൂർത്തീകരിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷവുമായി ഞാൻ ഖോരക്ക്ഷേപ്പിലെ ക്യാമ്പിലേക്ക് മടങ്ങി. ഇനി നാളെ കാലാപത്തറിന്റെ മുകളിൽ കയറി എവറസ്റ്റ് അതിൻ്റെ ഭംഗിയോടുകൂടി ഒന്ന് കാണണം. യാത്രയുടെ 12ാം ദിവസം. ഇന്നത്തെ യാത്ര കാലാപത്തറിന്റെ മുകളിലേക്കാണ്. എവറസ്റ്റിലെ മനോഹരമായ സൂര്യോദയം കാണാനുള്ളതിനാൽ പുലർച്ചെ 4 മണിക്കാണ് കാലാപത്തർ കയറാൻ ആരംഭിച്ചത്. കൂരാകൂരിട്ടാണ്. ചുറ്റും ഒന്നും കാണാനില്ല. ഹെഡ്ലാമ്പിന്റെ വെളിച്ചത്തിലാണ് മലകയറിക്കൊണ്ടിരിക്കുന്നത്. 5000 മീറ്റർ ഉയരത്തിൽ നിന്നും ഓരോ സ്റ്റെപ്പും മുകളിലേക്ക് വെക്കുന്നത് കഠിനം തന്നെയാണ്. ഓക്സിജന്റെ കുറവ് കൂടി ആവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഭാരമുള്ള ഒരു വസ്തു ചുമന്ന് മലകയറുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ്. ഞങ്ങൾക്കു പുറമെ വേറെയും ട്രെക്കേഴ്സ് കാലാപത്തറിന്റെ മുകളിലേക്ക് കയറിപ്പോകുന്നുണ്ട്. കടുത്ത ക്ഷീണവും കിതപ്പും കാരണം ഒരടി പോലും മുമ്പോട്ട് വെക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഞാൻ എൻ്റെ ഗോപ്രോ ക്യാമറ എൻ്റെ ഗൈഡ് മദനെ ഏൽപ്പിച്ച് വളരെ സാവധാനത്തിൽ മലകയറിക്കൊണ്ടിരുന്നു. പ്രഭാതം പൊട്ടിവിരിയുന്നേയുള്ളൂ. അന്തരീക്ഷത്തിൽ പക്ഷേ മൂടൽമഞ്ഞ് ആവരണം ചെയ്തിട്ടുണ്ട്. അതൊന്നും വകവെക്കാതെ കാലാപത്തറിന്റെ മുകളിലേക്ക് വളരെ സാവധാനത്തിൽ ഞങ്ങൾ കയറിക്കൊണ്ടിരുന്നു.
എവറസ്റ്റ് മൗണ്ടൈൻ റീജിയനിൽ നേപ്പാൾ ഗവൺമെന്റിന്റെ ക്ലൈംബിംഗ് പെർമിറ്റ് ഇല്ലാതെ സഞ്ചാരികൾക്ക് കയറാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന ഉയരമായി കാലാപത്തർ കണക്കാക്കപ്പെടുന്നു. അന്തരീക്ഷം പതിയെ തെളിഞ്ഞു വരുന്നുണ്ട്. വൻ കൊടുമുടികളെല്ലാം കൺമുമ്പിൽ പതിയെ തെളിയാൻ തുടങ്ങിയിരിക്കുന്നു. കാലാപത്തർ എന്ന പേര് ഹിന്ദി ഭാഷയിൽ നിന്നാണ് വന്നത്. അക്ഷരാർത്ഥത്തിൽ കറുത്ത പാറ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. കാലാപത്തറിന്റെ മുകളിൽ ധാരാളം കറുത്ത പാറകൾ ഉള്ളതിനാൽ ഇത് ഒരു ഉചിത നാമം തന്നെയാണ്. കാലാപത്തറിന്റെ മുകളിലേക്ക് നടന്നു കയറാൻ കഴിയാത്ത സഞ്ചാരികൾക്കായി ഇവിടെ കുതിരകളുടെ സേവനങ്ങൾ ഷെർപ്പകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കാലാപത്തറിന്റെ പകുതിയോളം കയറിക്കഴിഞ്ഞു. ഇവിടെ ഒരു വ്യൂ പോയിന്റ് കൂടിയാണ്. അന്തരീക്ഷം ഒന്ന് തെളിയാൻ വേണ്ടി കുറച്ചു സമയം ഇവിടെ കാത്തിരിക്കാൻ തീരുമാനിച്ചു. നേപ്പാളികൾ എവറസ്റ്റിനെ ഭക്തിയോടും ബഹുമാനത്തോടും കൂടി സാഗർമാത എന്നാണ് വിളിക്കാറ്. ടിബറ്റുകാർക്ക് എവറസ്റ്റ് ചുമലുമ്മയാണ്. ലോകത്തിന്റെ ദേവതകളുടെ മാതാവ് എന്നാണ് ഈ രണ്ടു വാക്കും അർത്ഥമാക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ എവറസ്റ്റും നുപ്സയും മറ്റുള്ള പർവ്വതങ്ങളെല്ലാം തന്നെ മഞ്ഞിന്റെ മറനീക്കി ഒരു തിരശ്ശീലയ്ക്ക് മുമ്പിലേക്കെന്ന പോലെ പതിയെ തെളിഞ്ഞു വരാൻ തുടങ്ങി. എവറസ്റ്റിനു പുറമെ നുപ്സെ, പുമോരി, കുംബുസ്റ്റെ, ലിൻഡ്രൻ, ചെൻസെ, അമഡബ്ലം എന്നിവയുടെയെല്ലാം സുന്ദരമായ 360 കാഴ്ചകളാണ് കാലാപത്തർ സഞ്ചാരികൾക്കായി വാഗ്ദാനം ചെയ്യുന്നത്. പക്ഷേ നുപ്സെ പർവ്വതത്തിന്റെ മറവുകൊണ്ട് ലോഡ്സെ നമുക്കിവിടെ നിന്നും കാണാൻ സാധിക്കില്ല. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആ മഹാകൊടുമുടിയാണ് എന്റെ കൺമുമ്പിലിപ്പോൾ തെളിഞ്ഞു നിൽക്കുന്നത്. എത്രയേറെ മനുഷ്യർ കീഴ്പ്പെടുത്തിയാലും എവറസ്റ്റ് ഇന്നും മനുഷ്യരാശിക്കൊരു വെല്ലുവിളി തന്നെയാണ്. എവറസ്റ്റിന്റെ സമ്മിറ്റിലെത്തുക എന്നുള്ളത് മനുഷ്യർക്ക് ഇന്നും എളുപ്പമല്ല. ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ മരണത്തെ നിങ്ങൾ ചുംബിച്ചു തിരിച്ചുവരും, അല്ലെങ്കിൽ മരണം നിങ്ങളെ എന്നേക്കുമായി വാരിപ്പുണരും. ഞങ്ങൾ വീണ്ടും മലകയറാൻ തുടങ്ങുകയും കാലാപത്തറിന്റെ ഏറ്റവും മുകളിൽ എത്തുകയും ചെയ്തു. കനത്ത മഞ്ഞു കാരണം കൊടുമുടികൾ ഭാഗികമായി മറഞ്ഞിട്ടുണ്ട്. 8000 മീറ്ററിന് മുകളിൽ ഓക്സിജൻ രഹിത മേഖലയാണ്. ഇത് എവറസ്റ്റിലെ ഡെത്ത് സോൺ എന്നാണ് അറിയപ്പെടുന്നത്. എവറസ്റ്റിന്റെ ഈ ഉയർന്ന ഭാഗത്ത് മനുഷ്യശരീരം പ്രവർത്തിക്കാൻ ആവശ്യമായ വായു നിലനിൽക്കുന്നില്ല. തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എവറസ്റ്റ് കയറിയ എത്രയോ മനുഷ്യർ എവറസ്റ്റിന്റെ മാറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവരുടെ ശരീരങ്ങൾ ഒന്നും തന്നെ ഇപ്പോഴും ജീർണിച്ചു തീർന്നിട്ടില്ല. എവറസ്റ്റിൽ നിന്നും മൃതദേഹങ്ങൾ നീക്കം ചെയ്യാൻ ഭീമമായ സംഖ്യ ചിലവഴിക്കേണ്ടി വരുമെന്നതിനാലും അവരുടെ സ്വപ്നമായിരുന്ന ആ കൊടുമുടിയിൽ തന്നെ അവർ അന്ത്യവിശ്രമം കൊള്ളട്ടെ എന്നുള്ള ബന്ധുക്കളുടെ ആഗ്രഹപ്രകാരവും എവറസ്റ്റിൽ മരണപ്പെട്ട 200-ലധികം പേരുടെ മൃതശരീരങ്ങൾ എവറസ്റ്റിൽ തന്നെയുണ്ട്. ഇതിൽ പലരുടെയും മൃതദേഹങ്ങൾ എവറസ്റ്റിലെ പ്രസിദ്ധമായ ലാൻഡ്മാർക്കുകളായി പിന്നീട് മാറി. ഗ്രീൻ ബൂട്ട്, സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നിവ അവയിൽ ചിലതാണ്. ഞാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ കാലാപത്തറിന്റെ മുകളിൽ നിന്നും കുറച്ചു ചിത്രങ്ങൾ പകർത്തി. എവറസ്റ്റ് ബേസ് ക്യാമ്പ് യാത്ര ഞാൻ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി അടുത്ത ലക്ഷ്യം ഗോക്യോ തടാകവും ഗോക്യോരി കൊടുമുടിയുമാണ്. ഇവിടെ നിന്നും യാത്ര തിരിച്ചാൽ 2 ദിവസം കൊണ്ട് ഗോക്യോയിൽ എത്താം. അതിമനോഹരമായ കാഴ്ചകളാണ് ഗോക്യോയിൽ നമ്മെ കാത്തിരിക്കുന്നത്. ഇനി നേരെ ഗോരക്ഷേപ്പിലെ ലോഡ്ജിലേക്ക് പോകണം. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഗോക്യോയിലേക്ക് യാത്ര തിരിക്കും. ഇന്നത്തെ ലക്ഷ്യസ്ഥാനം ഡിസോങ്ലെയാണ്. അവിടെ നിന്നും നാളെ ഗോക്യോയിലേക്കും എത്തിച്ചേരണം. കാലാവസ്ഥ ഇന്നത്ര ഉചിതമല്ല. എങ്കിലും ഇന്നത്തെ സ്റ്റോപ്പായ ഡിസോങ്ലെയിലേക്കുള്ള യാത്ര തുടരാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.